ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നും പ്രക്ഷുബ്ധമായി നിയമസഭ. പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിലാണ് കെ ബാബുവാണ് ശബരിമല വിഷയം സഭയിൽ ഉന്നയിച്ചത്. തന്ത്രിയെ അനാവശ്യമായാണ് ജയിലിൽ അടച്ചതെന്നും വിശ്വാസികളെ സർക്കാർ വഞ്ചിച്ചെന്നും പറഞ്ഞ് കെ ബാബു സഭയിൽ കത്തിക്കയറി. പോറ്റിപ്പാട്ടും ശരണം വിളികളുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മന്ത്രി പി രാജീവും എം ബി രാജേഷും അടക്കമുള്ള മന്ത്രിമാർ പ്രതിപക്ഷത്തെ നേരിടാൻ രംഗത്തിറങ്ങി. തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധം കണക്കിലെടുത്ത് ബില്ലുകൾ പാസാക്കി 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം നാളെ പിരിയും. തന്ത്രിയുടെ അറസ്റ്റ് ആയുധമാക്കി സർക്കാരിനെ നേരിടാനാണോ പ്രതിപക്ഷത്തിന്റെ നീക്കം? കാണാം RDX. ശബരിമല സ്വർണ്ണക്കൊള്ളയും തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കോടതി പരാമർശവും ഉയർത്തി ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷം ആക്രമണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെയും അസാന്നിധ്യത്തിൽ കെ ബാബുവാണ് പട നയിച്ചത്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷം നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ശരണം വിളികളും പോറ്റിപ്പാട്ടുപാടിയുമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷ വിമർശനങ്ങളെ നേരിടാൻ മന്ത്രിമാർ ഒന്നടങ്കം രംഗത്തിറങ്ങി. വിമർശനം ഹൈക്കോടതിക്കെതിരാണെന്ന് മന്ത്രി പി രാജീവ് ആരോപിച്ചു. ഒരു കുറ്റവും ചെയ്യാത്ത ആളെന്ന മട്ടിലാണ് പ്രതിപക്ഷം തന്ത്രിയെ അവതരിപ്പിക്കുന്നതെന്നും രാജീവ് പറഞ്ഞു. കേസിൽ മറ്റു പ്രതികൾക്കുള്ള പരിഗണനയെ തന്ത്രിക്കുമുള്ളൂവെന്നും മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. ശൂന്യവേള തുടങ്ങിയതോടെ സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ബില്ലുകളെല്ലാം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ മാർച്ച് 26 വരെ തുടരേണ്ട സഭാ സമ്മേളനം നാളെ ഗില്ലറ്റിൻ ചെയ്യും. 15ാം കേരള നിയമസഭയുടെ അവസാനത്തെ സമ്മേളനമാണ് നാളെ അവസാനിക്കുന്നത്. RDX ന്യൂസ് മലയാളം. സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിയടക്കമുള്ള പ്രതികളെല്ലാം ജയിലിന് പുറത്ത് സ്വൈരവിഹാരം നടത്തുന്നുവെന്ന് കെ ബാബു MLA ആരോപിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരരെ അനാവശ്യമായാണ് ജയിലിലടച്ചത്. വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും കെ ബാബു പറഞ്ഞു. കെ ബാബുവിന്റെ വാക്കുകളിലേക്ക്. പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്താണ് സാർ. അതോടൊപ്പം തന്നെ ആചാര ലംഘനത്തിൽ ഗവൺമെന്റിനെ അനുകൂലിച്ചില്ല, ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു കുറ്റവും ചെയ്യാത്ത ആളെന്ന മട്ടിലാണ് പ്രതിപക്ഷം തന്ത്രിയെ അവതരിപ്പിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഒരാൾ പ്രതിയാണെന്നോ അല്ലെന്നോ ഉള്ള അഭിപ്രായം സർക്കാരിനില്ലെന്നും പി രാജീവ് വ്യക്തമാക്കി. തന്ത്രിക്ക് എന്താണ് ഇത്ര വിശേഷം എന്ന് മന്ത്രി MB രാജേഷും ചോദിച്ചു. മറ്റു പ്രതികൾക്കുള്ള പരിഗണനയെ തന്ത്രിക്കുമുള്ളൂ എന്നും MB രാജേഷ് പറഞ്ഞു. സാർ, ഗവൺമെന്റിന്റെ ഭാഗം വളരെ വ്യക്തമാണ്. തന്ത്രിയാണോ അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സർ? പ്രതിയാണ് എന്ന മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത്? ഇപ്പോൾ തന്ത്രി എന്നത് ഒരു വൈകാരിക വിഷയമായി ഉണർത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യമാണ്. പക്ഷേ ആ മട്ടിലാണോ ഈ വിഷയത്തെ കാണേണ്ടത്? അതാണ് ലക്ഷ്യമെങ്കിൽ ആ മട്ടിൽ തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെയും ലക്ഷ്യം തോന്നുന്നു. ഇപ്പോൾ മന്ത്രി പി രാജീവും മന്ത്രി MB രാജേഷും ആ നിലയ്ക്ക് തന്നെയാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്താണ് ഇപ്പോൾ തന്ത്രിക്ക് ഇത്ര വിശേഷം എന്നുള്ളതാണ് ചോദ്യം. എന്താ സനീഷിന് തോന്നുന്നത്? ഇത് എവിടെ വരെ നിൽക്കും? ഇതിനകത്ത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ തന്നെ ഇതിനകത്ത് പ്രതിപക്ഷത്തിന് എന്താ ഇത്ര വലിയ ഉറപ്പ് എന്നാണ് ഒരു സാധാരണ പൗരൻ എന്ന നിലക്ക്, വോട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. അതായത് പ്രതിപക്ഷത്തിന് എന്താ തന്ത്രി പരിശുദ്ധനാണ് എന്ന ഒരു ഉറപ്പ് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കൊള്ളയുടെ കിങ് പിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്നിവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പ്രതിപക്ഷവും സമ്മതിക്കുന്നുണ്ട്, ഭരണപക്ഷവും CPM-ഉം CPI-യും ലീഗും കോൺഗ്രസും എല്ലാം സമ്മതിക്കുന്നൊരു കാര്യമാണ്. കാരണം പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നല്ലേ ചോദിക്കുന്നത്, പ്രതിപക്ഷം ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ പോറ്റി കുഴപ്പക്കാരനാണെന്ന് ഇവർക്കറിയാം. നമ്മൾ കാണുന്ന ഈ ആളുകളിൽ പത്മകുമാർ, വാസു തുടങ്ങി ഇങ്ങോട്ട് രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളും ഈ പറയുന്ന തന്ത്രിയെ പോലുള്ള ആളുകളെയും വെച്ച് നോക്കിയാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും കുഴപ്പക്കാരനാണെന്ന് സമ്മതിക്കുന്ന ഇയാളോട് ഏറ്റവും കൂടുതൽ ദീർഘമായ ബന്ധമുള്ള ആൾ, ഏറ്റവും കൂടുതൽ കാലമായിട്ട് അറിയുന്ന ആൾ എന്തായാലും ഈ പറയുന്ന തന്ത്രിയാണ്. അറിയുന്നത് കൊണ്ട് കുറ്റം ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ എന്നാൽ അറിയുന്ന ആൾ തന്ത്രിയാണ്. പിന്നെ എന്താ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ജാമ്യാപേക്ഷ പരിഗണിച്ച ഒരു കോടതി, വിചാരണ കോടതി, ഇതിനെതിരെ തെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒരു കോടതി അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സംഗതിയിൽ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തെളിവൊന്നും കാണുന്നില്ല.
തെളിവൊന്നും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. തെളിവില്ല എന്നെങ്ങനെയാ പറയാ? അത് SIT പറയുന്നത് ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ എല്ലാ തെളിവും കൊണ്ടുപോയിട്ട് കോടതി മുമ്പാകെ പരസ്യപ്പെടുത്താനാകില്ല എന്ന നിലപാടാണ് SITകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമല്ലേ? അത് പറയുന്നത് എല്ലാ കേസിലും അങ്ങനെയാണ്, സ്വാഭാവികമല്ലേ അത്? അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഇതല്ല തെളിവ് ഇതാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. മാത്രമല്ല ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൊടുത്തില്ല. അപ്പോൾ കോടതി, ഈ വിചാരണ കോടതി കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു ഇതാ ഇതിൽ തെളിവൊന്നും കാണുന്നില്ല, ഈവൺ ആൻ അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല, കൊണ്ടുപോയി കൊടുത്തിട്ടില്ല, അത്രയേ ഉള്ളൂ, ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ SIT പറഞ്ഞ സംഗതി തീരും. അപ്പോൾ കോടതി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴേക്ക് പ്രതിപക്ഷത്തിൽ നിന്നുള്ള വളരെ ഗൗരവമുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് വെച്ചാൽ നാളെ ഭാവിയിൽ UDF ഭരണത്തിൽ വരികയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനിരിക്കുന്നുവെന്ന് ആ ഭാഗത്തുള്ള പല ആളുകളും പറയുന്ന VD സതീശൻ പറയാണ്. എന്നുവെച്ചാൽ സംസ്ഥാനത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുക എന്നുള്ള ഉന്നതമായ പദവിയിലേക്ക് എത്തുന്ന ഒരാൾ അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ ആ അന്വേഷണ സംഘം, ആ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം എടുത്ത് ജയിലിലിട്ട ഒരാളെക്കുറിച്ച് പറയുകയാണ് പരിശുദ്ധനായ ഇദ്ദേഹത്തെയാണോ? അതെന്ത് തരം വർത്തമാനമാണ്? പക്ഷെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു സംശയമെങ്കിലും വെച്ചിട്ട് ഇത് തെളിവില്ല എന്നല്ലേ കോടതി പറയുന്നത്, അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ സംശയം ഉന്നയിക്കാവുന്ന സാഹചര്യമുണ്ട്. എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ കേസ് കഴിഞ്ഞു. അതുപോലെ ഒരു MLA കെ ബാബു MLA പറയുകയാണ്, ദീർഘകാലമായിട്ട് മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാൾ നിയമസഭ പോലെ ഒരു സ്ഥലത്ത് പറയുകയാണ് ഇദ്ദേഹത്തെ പോലെ പരിശുദ്ധനായ ഒരാൾ. നമുക്ക് എന്താ, എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ നമുക്ക് തെളിവുള്ളത്? തന്ത്രി ഒന്നും ചെയ്തിട്ടില്ല, പരിശുദ്ധനായിട്ട് ഇത് തട്ടിപ്പൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം വളരെ പരിശുദ്ധനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, കണ്ണാടി കൂട്ടിനകത്ത് ഇത്തരം സംഗതികളാണെന്നും ബന്ധപ്പെടാതെ ഇരിക്കുകയായിരുന്നു. എന്താ നമുക്ക് ഉറപ്പ്? ആ ഉറപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ലോ എന്ന് മാത്രമല്ല, തിരിച്ചാലോചിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ദൃഷ്ടാന്തങ്ങളും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയെ ഓരോ സമയത്തും ചെന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൊടുക്കണം, പുരോഗതി അറിയിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത്, ഹർഷ തെറ്റാണെങ്കിൽ തിരുത്താം, ഞാൻ മനസ്സിലാക്കുന്നത് ഹർഷനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് SIT നേരത്തെ പോയിട്ട് അവരോട് പറയണം, ഇതാ ഞങ്ങൾക്ക് ഹർഷനെതിരായിട്ട് ഇന്ന സംഗതികൾ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ മുൻകൂട്ടി കൊടുത്തിട്ട് ഇതാ സനീഷിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, സനീഷിൻ്റെ പേരിൽ ഇന്ന സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് കോടതിക്ക് പറഞ്ഞു ഓക്കെ റെഡി എന്ന് പറഞ്ഞാലാണ് ഈ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തന്ത്രിയെയും പത്മകുമാറിനും ഒക്കെ അറസ്റ്റ് ചെയ്ത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നിട്ട് തന്ത്രി എന്താ ഹർഷ, അതായത് ഈ കോടതി ദൈവത്തിൻ്റെ എന്താണ് ഒരു പ്രാതിനിധ്യ പദവിയുള്ള ആളുകൾ എന്തെന്തൊക്കെ കുറ്റങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നത്, നമ്മുടെ രാജ്യത്ത് കാണുന്നത്. ആത്മീയത എന്ന സംഗതിയും കൊണ്ട് എന്തൊക്കെ വലിയ അതിക്രമങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ ഈ പറയുന്ന ആൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ സംശയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. കേരളത്തിൽ ഇപ്പോൾ എന്തായാലും 2 തരം ആളുകൾ ഉണ്ടാവുമല്ലോ, സംശയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പ് നടന്നപ്പോൾ അവിടെ ഈ പറയുന്ന പരമമായ അധികാരം ഉണ്ടായിരുന്ന തന്ത്രി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തോടൊപ്പം നടന്നിട്ട് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ, ഈ ഉപ്പ് കൂട്ടി എന്താണ് പറയുക അങ്ങനെ വിഴുങ്ങാനൊന്നും ഇപ്പോൾ ഏതായാലും തൽക്കാലം പറ്റില്ല. പക്ഷേ പോട്ടെ, നമ്മുടെ കാര്യമല്ല, അത് ഓരോരുത്തർക്ക് ഓരോന്നും ചിന്തിക്കാം. പക്ഷേ ഇവർക്ക് ഈ കൃത്യമായിട്ട് അങ്ങേയറ്റം ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ഈ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നത് അവരാണ് ഇനി പറയേണ്ടത്. ഈ BJP ചാടിക്കരി ശ്രീധരൻപിള്ള സാർ വന്നിരിക്കുകയാണ്. ശ്രീധരൻപിള്ള ഗവർണറൊക്കെ ആയിരുന്ന ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹം നേരെ വന്നിട്ട് പുസ്തകമൊക്കെ കൊടുത്തിട്ട് ഇതാ പരിശുദ്ധനായിട്ടുള്ള ഒരാൾ, ഇനിയിപ്പോൾ അപ്പുറത്ത് ചെറിയൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് തന്ത്രീനെ അവിടുത്തെ വിഗ്രഹമാക്കി വെക്കുമോ, അവിടെ തന്ത്രിയെ പൂജിക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ആ മട്ടിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തുള്ള 2 മുന്നണികളുടെ നേതാക്കൾ തന്ത്രിയെ കൊണ്ടു നടക്കുന്നത്. അതായത് ഈ കേസ് ഇപ്പോഴും അന്വേഷണ ഘട്ടത്തിലാണ്. കേസിൻ്റെ അന്തിമമായുള്ള വിധിയിൽ ആണ് ഈ തെളിവൊന്നുമില്ല എന്ന് കോടതി പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, മേൽക്കോടതിയിലേക്ക് പോകാമെന്നൊക്കെ പറയുമെങ്കിലും അവിടെ ഒരു തീർപ്പുണ്ടായിട്ടുണ്ട്, ക്ലോഷർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലുമല്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വലിയ രാഷ്ട്രീയ സംഗതികളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്ത്രിയുടെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കിയിട്ട്, സ്വർണ്ണത്തന്നെ വേണമെന്നില്ല, സ്വർണ്ണമാണെങ്കിൽ ഉചിതം, ഈ കേസാവേണ്ട സ്വർണ്ണം ഉചിതം, സ്വർണ്ണത്തിൽ ചെറിയ ഒരു തന്ത്രി രൂപം ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും വെച്ചൊരു ചെറിയ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ഈ പ്രതിപക്ഷ നേതാവും ശ്രീധരൻപിള്ളയൊക്കെ ചേർന്നിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് സ്ഥാപിച്ച് അദ്ദേഹത്തെ പൂജിക്കുന്നതാണ് നല്ലത്. അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുക്കുക, ഹൈക്കോടതി കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്ന് വിചാരിക്കാന്നേ ഉള്ളൂ. പിന്നെ തെരഞ്ഞെടുപ്പ് സംഗതികൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അത് ആ നിലക്ക് നാട്ടുകാർ മനസ്സിലായിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിനെ സമ്പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയ്ക്ക് തന്നെ വിലയിരുത്താനാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് കടന്നാൽ, സ്വർണ്ണക്കൊള്ളയുടെ മെറിറ്റിലേക്ക് കടന്നാൽ, ഇപ്പോൾ തന്ത്രിക്ക് വേണ്ടി പ്രതിപക്ഷം പറയുന്ന ഈ ന്യായം, ഈ യുക്തി ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാക്കി മുഴുവൻ പേർക്കും ബാധകമാണ് എന്നുള്ളത് തന്നെയാണ് സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അതിനിപ്പുറത്ത് ഇതിപ്പോൾ ഭരണപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ ഇത്ര ശക്തമായി ഉന്നയിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായും പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയിരിക്കുന്ന വിദഗ്ധോപദേശത്തിൻ്റെ ബാക്കിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ലക്ഷ്യ 2026 പ്രധാനപ്പെട്ട ചർച്ചയും പ്രധാനപ്പെട്ട ഉപദേശവും എന്തായിരുന്നു? അതായത് കനകോലുവിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നത് ഒരു തെരഞ്ഞെടുപ്പും യുക്തി കൊണ്ട് വിജയിക്കില്ല, വൈകാരികത ആളിക്കത്തിച്ച് വിജയിക്കാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന 2018 കാലത്തെ
പ്രധാനപ്പെട്ട സംഗതി ഉണ്ടല്ലോ, അതായത് പോസ്റ്റ് ട്രൂത്ത് കാലത്തിൻ്റെ വക്താവാണ് അദ്ദേഹം, പോസ്റ്റ് ട്രൂത്ത് സ്റ്റൈലിൻ്റെ വക്താവാണ് അദ്ദേഹം. ലോകത്തെല്ലായിടത്തും വലതുപക്ഷത്തിന് വലിയ വിജയങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഈ പോസ്റ്റ് ട്രൂത്ത് സംഗതികൾ തന്നെയാണ്, ആ സ്റ്റൈല് തന്നെയാണ്. ആ സ്റ്റൈൽ ഇവിടെ ഇന്ത്യയിൽ വിജയിപ്പിച്ചിട്ടുള്ളത് ഒരു പരിധിവരെ BJP ആണ്, അല്ലെങ്കിൽ വലിയ അളവിൽ വിജയിപ്പിച്ചിട്ടുള്ളത് BJP ആണ്. ആ വിജയത്തിന് ഒപ്പം നിന്നിട്ടുള്ള ആളാണ് കനകോലു ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി ഈ തന്ത്രം മെനയുന്നതിൽ പ്രമുഖനാണ്. അദ്ദേഹം ആ പോസ്റ്റ് ട്രൂത്ത് സ്റ്റൈൽ തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. വൈകാരികത എന്നതിൽ പ്രധാനമായി ഊന്നൽ കൊടുക്കുക. ഇടതുപക്ഷത്തിനെതിരെ ഞാനിത് പൂർണ്ണമായിട്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജിയെ ആ നിലയ്ക്ക് മാത്രം നോക്കിക്കണ്ട് വിലയിരുത്തുകയാണ്. ഒരു ഭാഗത്ത് എന്താണ് ഇടതുപക്ഷം ഇവിടെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയുക, എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ രൂക്ഷമായ ശക്തമായ ആരോപണങ്ങൾ വന്നാൽ അതടക്കം മുസ്ലിം ജനസാമാന്യത്തിനെതിരായ വിമർശനങ്ങളാണ്, മുസ്ലിങ്ങൾക്കെതിരാണ് ഇവർ എന്ന് പറയുക ഈ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം. അപ്പുറത്ത് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കണ്ടോ അത് ഇവർ ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് പറയുക. ചാനലുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രചണ്ഡമായ പ്രചാരണവും വിലയിരുത്തലും ഒക്കെ നടക്കുന്നത് എന്താണ്, ഇതേണ്ട ഹിന്ദുക്കളും ഇടഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ മാധ്യമപ്രവർത്തകരൊക്കെ വന്ന് തന്നെ നിന്നിട്ട് കാര്യങ്ങൾ പറയുന്ന അവസ്ഥയുണ്ടാവുക. അപ്പോൾ എന്താണ്, ഈ സർക്കാർ ഹിന്ദുക്കൾക്കും എതിരാണ്. അപ്പോൾ പിന്നെ ഇവർ ആർക്കൊപ്പമാണ്? എനിക്ക് മനസ്സിലാവാത്തത് ഇവിടുത്തെ ഇടതുപക്ഷം ആർക്കൊപ്പമാണ്? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അതായത് മുസ്ലിങ്ങൾക്കെതിരാണ്, ഹിന്ദുക്കൾക്കും എതിരാണ്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുമോ? അതില്ല. പക്ഷേ ആ പ്രചാരണം വളരെ കൃത്യമായി സൂക്ഷ്മമായി എറിഞ്ഞു പിടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതിലൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പോൾ ആ വൈകാരികതയാണ് മുന്നിൽ നിൽക്കേണ്ടത്, യുക്തിയല്ല എന്നുള്ള തന്ത്രം, ആ തന്ത്രം ഇവിടെ ഫലിച്ചിരിക്കുന്നത്. എനിക്ക് വിഷമമുള്ളത് ഈ VD സതീശൻ്റെ കാര്യത്തിലാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ. കാരണം പ്രതിപക്ഷ നേതാവ് നാഴിക 40 വട്ടം ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു വലതുപക്ഷ തന്ത്രം വളരെ പ്രകടമായി തന്നെ പ്രയോഗിക്കുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് എന്തു തന്നെ ആയിക്കോട്ടെ, വരാനിരിക്കുന്ന വിലയിരുത്തലുകളിൽ സ്വാഭാവികമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരിക ഈ വലത് തന്ത്രമായിരിക്കും. ആ തന്ത്രം നടപ്പായിരിക്കും, അല്ലെങ്കിൽ ആ തന്ത്രം വളരെ കൃത്യമായി പ്രയോഗിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പം ആരെന്തൊക്കെ പറഞ്ഞാലും ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി വളരെ സൂക്ഷ്മമായി ജനങ്ങൾ വിലയിരുത്തിക്കോളും. ഇതിനകത്ത് ഇവർക്ക് ഇടതുപക്ഷം ഇവിടെ മുസ്ലിങ്ങൾക്കെതിരാണോ ഹിന്ദുക്കൾക്കെതിരാണോ എന്നുള്ളതൊക്കെ ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്. ജനങ്ങൾക്കിടയിൽ അത് എത്രത്തോളം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് വിലയിരുത്താനും കഴിയും. ഇതിനകത്ത് ഈ വൈകാരികതയെ പറ്റി പറഞ്ഞുകൊണ്ട് ഹർഷൻ പറഞ്ഞ കറക്റ്റാണ്, വൈകാരികത ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു ഇവർ, എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കനുകൂലമാണെങ്കിൽ കനുകൂലു, അതായത് അയ്യപ്പനോടുള്ള വൈകാരിക ബന്ധം മലയാളിക്ക് തന്ത്രിയോടുണ്ടെന്ന് വിചാരിക്കരുത്. ശബരിമല തന്ത്രി ആയിരിക്കെ പല കേസുകളിലും പല ആളുകളെയും പിടിച്ചു കൊണ്ടുവന്നൊക്കെ കണ്ട ആളുകളാണ് ഈ മലയാളികൾ, ഈ തലമുറയിലെ മലയാളികൾ. അപ്പോൾ അയ്യപ്പനോടുള്ള വൈകാരിക ബന്ധം അയ്യപ്പൻ അടുത്തിരിക്കുന്ന പൂജാരിയോടും തന്ത്രിയോടും ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് തെറ്റുപറ്റാനേ സാധ്യതയുള്ളൂ എന്ന് നമ്മൾ ഈ ഈ പ്രതിപക്ഷത്തോടൊരു ബന്ധം ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് ഞാനത് അതുകൂടെ ആ ഒരു വരി കൂടെ പറഞ്ഞു. തീർച്ചയായും അത് തന്നെയാണ്. അതായത് തന്ത്രി എന്ന് പറയുമ്പോൾ കണ്ഠരൻ മോഹൻരൻ മുതൽ ഇങ്ങോട്ട് ഇത് ചർച്ചയാവില്ലേ, അതെല്ലാം മനസ്സിൽ കൂടെ കടന്നു പോകില്ലേ? അത്ര അങ്ങനെയാണോ തന്ത്രി? ഒരു കേസിൽപ്പെട്ട ആളുടനെ ഒരു കേസിൽ ജാമ്യം കിട്ടുന്ന ആളെ ഇത്ര നിഷ്കളങ്കനും സത്യസന്ധനും അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും കുറ്റവിമുക്തനുമായി പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനും ആ ആനുകൂല്യം കൊടുക്കും. ഒരു വരി പറയട്ടെ, അതായത് ശരിക്കും കോൺഗ്രസ്സുകാർ അങ്ങനെയാണ് വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്നറിയോ, ഇന്ന് മറ്റൊരു സംഭവമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയ ഉടനെ ഈ കേസിലെ പരാതിക്കാരിയെ വാട്സപ്പ് കോളിൽ വിളിച്ചു. അതായത് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇരയെ അല്ലെങ്കിൽ പരാതി കൊടുത്ത ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. പക്ഷേ ഇയാൾ വിളിച്ചത്രേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില കോൺഗ്രസ്സുകാരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കോൺഗ്രസ്സുകാരെങ്കിലും ജാമ്യം കിട്ടിയാൽ അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇതിനകത്ത് കുറ്റമുക്തനായി എന്ന് ഇപ്പൊ ജാമ്യം കിട്ടിയത് കൊണ്ട് കുറ്റമുക്തനായി എന്നാണ് കരുതുന്നതെങ്കിൽ ഇപ്പൊ ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് കോടതി കുറ്റമുക്തനാക്കിയല്ലോ. ഹൈക്കോടതിയിൽ നിന്ന് കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള തീരുമാനമായി. അപ്പൊ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്ന് കിട്ടുന്ന ജാമ്യമടക്കം കുറ്റമുക്തനായിരിക്കുന്നു ഇതോടെ എന്ന മട്ടിൽ പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആനുകൂല്യം പിണറായി വിജയന് കൊടുക്കണം. ഇതിനേക്കാൾ ശക്തമായ ആനുകൂല്യം പിണറായി വിജയന് പ്രതിപക്ഷം കൊടുക്കണം. അപ്പോൾ ഇത് അടിസ്ഥാനപരമായി രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല തന്ത്രിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്ത്രിയുടെ കാര്യത്തിൽ തന്ത്രി അറിയാതെ ശബരിമലയിൽ എന്തെങ്കിലും നടക്കും എന്ന് ഞാൻ കരുതുന്നേയില്ല. പക്ഷേ ഈ കേസിൽ വളരെ പ്രോ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ആ മട്ടിൽ ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന ചില ഇടർച്ചകൾ എല്ലാത്തിലും വളരെ പോസിറ്റീവായി മാത്രം അതിനെ കാണേണ്ടതില്ല. ഒരു കേസിൻ്റെ നടത്തിപ്പിൽ ചില ഇടർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ കേസിൻ്റെ നടത്തിപ്പിൽ ഒരുപക്ഷെ ഉണ്ടാകും. കാരണം
കോടതി സതുദ്ദേശത്തോടെ ആയിരിക്കും നീങ്ങുന്നത്. പക്ഷേ അത് ഏത് തരത്തിലായിരിക്കും കോടതിയുടെ ഈ കേസിൻ്റെ അന്തിമ വിധി തീർപ്പെത്തുമ്പോഴേക്കും എങ്ങനെയായിരിക്കും വരിക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുള്ള ആളാണ് ഞാൻ. നിയമപരമായി അതിൻ്റെ സാധ്യതകളൊക്കെ പല നിയമവിദഗ്ധരോടും സംസാരിക്കുമ്പോൾ എനിക്കും അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ തന്ത്രി അറിയാതെ അവിടെ എന്തെങ്കിലും നടക്കും എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല ഈ തന്ത്രി സ്വീകരിച്ചിട്ടുള്ള, അതായത് ശബരിമല ഈ 2018 യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്വീകരിച്ച നിലപാടുകളാണ് സർക്കാരിന് എന്നോടുള്ള എതിർപ്പിന് കാരണം. അതുകൊണ്ട് എന്നെ പ്രതികാര ബുദ്ധിയോടെ എനിക്കെതിരെ ഇങ്ങനെ നടപടി സ്വീകരിക്കുകയും എന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് സർക്കാരിനെതിരെയാണ് പറയുന്നത്. തന്ത്രി കോടതിക്കെതിരെ കൂടെ പറയണമല്ലോ. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ ആ മട്ടിൽ തന്നെ തന്ത്രി അവതരിപ്പിക്കേണ്ടതുണ്ടല്ലോ. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്, സർക്കാരാണ് എന്നെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ്. എന്തായിരുന്നു ശബരിമല കോടതി വിധി വന്നപ്പോൾ ഈ തന്ത്രിയുടെ നിലപാട്? തന്ത്രി ഒറ്റയടിക്ക് തന്ത്രിക്ക് ആ സമയത്ത് തന്ത്രി ഈ അനുജ്ഞ ചോദിക്കാൻ പോയിട്ടില്ല. തന്ത്രി അപ്പം തന്നെ പറയുന്നത് പ്രതികരണം, ഇതിപ്പോൾ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയല്ലേ, അതിന് മുകളിൽ ഞാൻ പറയാൻ ഇല്ലല്ലോ. ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി എന്ന മട്ടിൽ അതിനി നടപ്പാക്കുക എന്നുള്ളതിനപ്പുറത്തൊരു സാധ്യത ഇല്ല എന്ന മട്ടിൽ ആ വിധിക്ക് വഴങ്ങിയ തന്ത്രിയാണ്. അതിനുശേഷം ഇത്തരത്തിൽ ചില സംഘടനകളും ഒക്കെ NSS അടക്കം സജീവമായി സമരവുമായി രംഗത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാവരും സാധ്യത കാണുന്നത്. ആ മട്ടിലാണ് തന്ത്രിയും സാധ്യത കണ്ടത്. തന്ത്രിക്ക് അനുജ്ഞ കിട്ടിയത് ആ വിഷയത്തിൽ എവിടെ നിന്നാണെന്നുള്ളത് കൂടി തന്ത്രി വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന ഒരു സുവർണാവസരം എന്ന അനുജ്ഞ ഇദ്ദേഹത്തിന് കിട്ടിയല്ലോ, പിള്ളസാറിന് കിട്ടിയല്ലോ. പിള്ളസാറിന് അനുജ്ഞ കൊടുത്തിട്ടുള്ളത് പിള്ളസാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വഴിക്ക് കിട്ടിയതാണോ എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നതിന് അപ്പുറത്തേക്ക് ഇതിനെ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതില്ല. അത് ഏൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് നമ്മൾ കാണാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല. തന്ത്രിയെ തള്ളി CPIM-ഉം മൃദു സമീപനം സ്വീകരിച്ച് കോൺഗ്രസും രംഗത്തെത്തിയതോടെ വിഷയം പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. തന്ത്രിക്കെതിരെ തെളിവിൻ്റെ തരിമ്പും കാണുന്നില്ലെന്ന് ഹൈക്കോടതി അല്ല കേട്ടോ, കോടതി വ്യക്തമാക്കിയതോടെ SIT മാത്രമല്ല സർക്കാരും പ്രതിരോധത്തിലാണ് ഒരു കണക്കിന്. തന്ത്രിയെ കുടുക്കിയത് സർക്കാരിൻ്റെ ഗൂഢാലോചനയാണെന്ന ആരോപണത്തിൽ നിന്ന് BJP അല്പം പിന്നോട്ട് വലിഞ്ഞ മട്ടാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാന ഘടകം ശബരിമലയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യ കർട്ടൻ റൈസറാണ് നാം ഇന്ന് നിയമസഭയിൽ കണ്ടത്. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ സർക്കാർ വേട്ടയാടിയെന്ന വാദം പരമാവധി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ലോകം തന്നെ ഞെട്ടിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി എന്താകും സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. ആദ്യ ഇടവേള.